ഹായ്, പുതിയ വീഡിയോയിലേക്ക് ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ നമ്മളല്ല ഹൈറിച്ച് ഒളിക്കൽ കാത്തുകുത്തിയിരിക്കുന്ന ഒരു ദിവസമാണ് നാളെ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണല്ലേ? അപ്പോൾ നാളെ ലോക വിഡ്ഢി ദിനമാണ്. വിഡ്ഢികൾക്ക് ആഘോഷിക്കാനുള്ള ഒരു ദിനമാണ്. അവരെ സ്മരിക്കുന്ന ഒരു ദിനമാണ്. ഒരുപാട് ആൾക്കാരെ വിഡ്ഢികളാക്കുന്ന ഒരു ദിനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറിച്ചോളികളെ ഇനി വിഡ്ഢികളാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ആൾറെഡി വിഡ്ഢികൾ തന്നെയാണ്. അപ്പോൾ അവരെ പിന്നെയും വിഡ്ഢികളല്ലാത്തവരെ വിഡ്ഢികളാക്കുന്ന ദിവസമാണ് ഈ ഏപ്രിൽ ഫൂൾ എന്നൊക്കെ പറയുന്നത്. വിഡ്ഢികളെ തന്നെ വിഡ്ഢികളാക്കുന്ന ദിവസമായിട്ടല്ല. പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാ, വിഡ്ഢികളെ പിന്നെയും വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അഡ്വക്കേറ്റ്മാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മുടെ ഇത്രയും മുന്നോട്ട് പോയിട്ട് എപ്പോൾ അറസ്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ എന്നുവെച്ചാൽ ഇടിക്ക് ഒരു കൂട്ടം കേസുകൾ ഉള്ള സമയത്താണ് ഈ എല്ലാം ഇപ്പം യാതൊരു പ്രശ്നമില്ലാത്ത ഒരു പരിപാടിയാണ്. എന്നുവെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ ഇവരെല്ലാം അക്കൗണ്ടുകൾ ഫ്രീസായി, ഇട്ടവരും എല്ലാവരും ആപ്പിലായിരിക്കുന്ന സമയത്ത് ഇവരിനിയിപ്പം പ്രത്യേകിച്ച് ഇപ്പം പെട്ടെന്നൊരു നടപടികളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു കേസിൽ ഇവർ വിചാരിക്കുകയാണ് ഇതൊക്കെ തള്ളിക്കളഞ്ഞ് കോടതി മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും മണി ചേഞ്ച് ചെയ്യാമല്ലോ, എല്ലാവർക്കും മണി ചേഞ്ച് ചെയ്യാം, മണി ചേഞ്ച് ചെയ്ത് നിങ്ങളൊക്കെ കോടികളാക്കി കുടുംബക്കാരെ പറ്റിക്ക്, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ പറ്റിക്ക്, നാട്ടുകാരെ പറ്റിക്ക്, അവരുടെ നല്ല ലക്ഷങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളതിൻ്റെ കമ്മീഷൻ അടിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ കുട്ടിച്ചോറാക്കും മക്കളെ എന്ന് പറഞ്ഞിട്ട് കോടതി ഇവർക്കൊക്കെ അനുവാദം കൊടുക്കുമെന്നാണ് ഈ വിഡ്ഢികൾ വിചാരിക്കുന്നത്. അപ്പോൾ പറയാൻ വരുന്നത്, നാളെ ഒന്നും സംഭവിക്കില്ല, ഒരു വാദവും നടക്കില്ല, ഇവർ കേസ് മാറ്റിവെക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ രൂക്ഷമായ ഭാഷയിൽ ചിലപ്പോൾ ജഡ്ജ് ഇവർക്കെതിരെ സംസാരിക്കും. അതുമാത്രമാണ് എന്തെങ്കിലും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ചിലപ്പോൾ വേറൊരു കാര്യം എന്ന് പറയുന്നത്, സർക്കാരിൻ്റെ വക്കീൽ ചിലപ്പോൾ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇനിയിപ്പം CBIയുടെ അന്വേഷണത്തിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ക്രൈം ബ്രാഞ്ച് ഏറ്റെടുക്കാനുള്ള കാര്യങ്ങളോ ഒക്കെ അതിൻ്റെ ഏകദേശ രൂപങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും. അതോടുകൂടി ഈ കേസ് ചിലപ്പോൾ പിൻവലിക്കാൻ പോലും സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വക്കീൽ മാറിക്കഴിഞ്ഞു. ഈ വക്കീലല്ല ഇവരുടെ GST കേസുമായി ബന്ധപ്പെട്ട് ഇവരുടെ വിവിധ കമ്പനികളുടെ അക്കൗണ്ടുകൾ അൺഫ്രീസ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത് വേറെ വക്കീലാണ്. അപ്പോൾ വക്കീലിന് പൈസ കൊടുത്ത് ഇവരുടെ ആപ്പീസ് പൂട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശ്രീനയും പ്രതാപനും ഒന്നുമല്ല ഇതിനൊക്കെ മുന്നിട്ട് നിൽക്കുന്നത്. പൈസ തിരിച്ചു കൊടുക്കേണ്ടുന്ന ലീഡർമാരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ന് നമ്മൾ ഷമീന മേഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയില്ലേ ഷമീന മേഡം ആണുങ്ങളുടെ എന്താ പറയാം, വേണ്ട അതൊന്നും പറയണ്ട, അവരുടെ കുടുംബം അവരുടെ രീതികളൊക്കെ നമുക്കെന്തിനാ. അപ്പോൾ ഷമീന മേഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളല്ലേ അവരെയൊക്കെ ഏർപ്പാടാക്കിയിട്ട്, നമുക്കറിയില്ലേ സർക്കാർ സംവിധാനങ്ങളും എതിരാളികൾ ഭയങ്കര ശക്തരാണ്, അതുകൊണ്ടാണ് നമ്മൾ കേസ് വാദിക്കാതെ മാറ്റി വെക്കുന്നത് എന്ന് ഷമീന മേഡം നമ്മൾ വിളിച്ചപ്പോൾ പറഞ്ഞതാണ്. ഷമീന മേഡം ഇപ്പോൾ എവിടെ ഉണ്ടോ എന്തോ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പുതിയൊരു ട്രെൻഡാണ്. ഇപ്പോൾ ഒരുപാട് കോടിപതികൾ, മില്യണിയർ പ്രൊമോട്ടർമാരും ഒക്കെ ഈ ശ്രീനാ പ്രതാപൻ്റെയൊക്കെ വീട് തേടിപ്പിടിച്ച്, ഇവിടെ പുതിയ വീട് തേടിപ്പിടിച്ച് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അവിടെ നിന്ന് തേടി പോകുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ശ്രീനാ പ്രതാപൻ മറുപടിയും കൊടുക്കുന്നുണ്ട്. നമ്മളാണോ നിങ്ങളോടൊക്കെ പൈസ ഇടാൻ പറഞ്ഞത്, ഞാനാണോ നിൻ്റെയൊക്കെ പൈസ വാങ്ങിയത് എന്ന രീതിയിൽ നല്ല രീതിയിൽ മറുപടിയും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരെ ഗുണ്ടകളെ വെച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ചോദിക്കാൻ വരുന്നവരെ എന്താ ഇവിടെ ഒന്നും എന്താ ഇവിടെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി വിട് എന്ന് പറഞ്ഞിട്ട് ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഗുണ്ടകളെ വിളിച്ചിട്ട് ശ്രീനാ പ്രതാപൻ ഗുണ്ടകളെ വിളിച്ച് അവരെയൊക്കെ അവിടുന്ന് പറഞ്ഞു വിടുന്ന അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ്. എന്താണല്ലേ
ഹലോ ഷീന മേഡം ചോറ് കഴിച്ചോ, ഭക്ഷണം കഴിക്കാതിരിക്കലേ, ഒളിവിലാണെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തോടെ ഇവിടെ വിളിച്ചിരുന്ന ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഗുണ്ടകളെ വെച്ചിട്ട് ഇവർ ഭീഷണിപ്പെടുത്തുന്നത്, അവിടെ നിന്ന് സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ച ആൾക്കാർ, നാഷണൽ പ്രൊമോട്ടർമാരടക്കം ഇവർക്കെതിരെ ഇവരുടെ കള്ളക്കളികൾ മനസ്സിലായി, ഇവർ പക്ക ഫ്രോഡുകളാണെന്ന് മനസ്സിലായിട്ട് അവരടക്കം കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് മനസ്സിലായത്. അപ്പോഴാണ് നമ്മുടെ കബീർ കുരുക്കൾ, അതുപോലെ തന്നെ ഷൈമ, അവരെ പോലെയുള്ളത് ഒന്നും അറിയാതെ, ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ വെറും വ്യക്തിവിരോധം, ഞാനാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, ഞാനാണ് ഇതിൻ്റെ പിന്നിലൊക്കെ വിചാരിച്ചിട്ട് എനിക്കെതിരെ ഇവരൊക്കെ കമൻറ്റുകൾ എഴുതുന്നത്. ഇപ്പോൾ ഷൈമ പറയുന്നത്, ഞാൻ വിചാരിച്ചു നീ ചത്തു എന്നാണ്, കാണാത്തതുകൊണ്ട് ചത്തു എന്നാണ് വിചാരിച്ചിരിക്കുന്നതെന്നാണ്. ഈ ഷൈമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം, ഞാൻ ഈ ഒരു ചാനലും ഈ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് 2-3 കൊല്ലമായി. അതേ സമയത്ത് തന്നെ ഞാൻ ഏത് തട്ടിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ അവിടെയൊക്കെ വന്നിട്ട് ഇത്തരത്തിലുള്ള കമൻ്റ് ഇടുന്ന ഒരു പെണ്ണുങ്ങളാണ് ഷൈമ എന്ന് പറഞ്ഞിട്ട്. ഇവർ കണ്ണൂർ സ്വദേശി തന്നെയാണ് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ കബീർ കുരുക്കൾ പിന്നെ ഇപ്പം നോമ്പുകാലമായതുകൊണ്ട് കബീർ കുരുക്കൾക്ക് കുറച്ച് ആശ്വാസമുണ്ട്. എന്നാലും കബീർ കുരുക്കൾ, മഞ്ചേരിയുള്ള കുരുക്കൾ ഹൗസിലുള്ള മഞ്ചേരിയുള്ള കബീർ കുരുക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 5 ലക്ഷത്തിൽ താഴെ മാത്രമാണ് ഇവനൊക്കെ വരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ തട്ടിപ്പിലൂടെ വരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത് 5 ലക്ഷത്തിൽ താഴെയാണ്. എന്നിട്ട് ഇവനൊക്കെയാണ് ഇതിൻ്റെ മുന്നണി പോരാളിയായിട്ട് നമ്മളെയല്ല ആര് ഇതിനെക്കുറിച്ച് ഹയർച്ച് തട്ടിപ്പിനെ കുറിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും കമൻ്റായി വരുന്നത് ഈ കുരുക്കൾ ഹൗസിൽ താമസിക്കുന്ന മഞ്ചേരിയുള്ള ഇവനാണ്. അപ്പോൾ ഇവൻ്റെയൊക്കെ വെറും 4 ലക്ഷം രൂപ, ചിലപ്പോൾ ഇവൻ 40 ലക്ഷം രൂപ ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഇവൻ ഇത്രയും കുരുപൊട്ടുന്നത്. അല്ലാതെ സ്വന്തമായിട്ട് 4-5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഇട്ടിട്ട് അതിൽ നിന്ന് ഇത്രയും വരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവനൊന്നും കുരുപൊട്ടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ട് നടക്കുന്ന ഈ കബീർ കുരുക്കൾ ചിലപ്പോൾ ഒരുപാട് ആൾക്കാരെ പൈസ ചോദിക്കുമ്പം അവന് ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് എൻ്റെ വീഡിയോക്ക് ഇട്ട് കമൻ്റ് ഇട്ടിട്ടാണ്. അപ്പോൾ ഇങ്ങനെ 2-3 മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒന്നും തിരിയാത്തത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക, തൃശ്ശൂരേക്ക് വണ്ടി കയറിയിട്ട് ശ്രീനാഥ് പ്രതാപനെ കണ്ടിട്ട് നേരിട്ട് ചോദിക്കുക, അവരുടെ മറുപടി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം മനസ്സിലാവും ഇത് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന്. അല്ലാതെ നമ്മളോട് പിന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന, ഇത് തട്ടിപ്പാണെന്ന് ഈ കേന്ദ്ര ഏജൻസികളും സംസ്ഥാന പിന്നെ ബഡ്സ് അതോറിറ്റിയും ഒക്കെ കേസെടുത്തിരിക്കുന്ന ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ കേസുകൾ പിൻവലിക്കാൻ വേണ്ടി മാത്രം കോടതിയിൽ സമീപിക്കുന്ന ഇത്തരം ആൾക്കാരെ നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് വിശ്വസിക്കുന്നത്? ഇത് മണീച്ചനല്ല എന്ന് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? വെറും കുറച്ച് ഷോപ്പുകൾ കാണിച്ചിട്ട് അതിൻ്റെ ഫ്രാഞ്ചൈസി എടുത്തിട്ട് അതിൻ്റെ ചെറിയ പിന്നെ 20,000 രൂപ പിന്നെ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഒരു നിശ്ചിത തുക, ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ തുക എന്ന് പറഞ്ഞിട്ട് അടയ്ക്കുന്ന ഇവർ എങ്ങനെയാണ് ഇത്തരം കോടിക്കണക്കിന് രൂപ ലാഭവിഹിതം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ സാധിക്കുക? അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് നാളെ കോടതിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ ബൈ.